അള്ളാഹുടെ സ്ഥാനത്തേക്ക് നേരത്തെ എത്തി എന്ന് പറഞ്ഞല്ലോ. അള്ളാഹുടെ സ്ഥാനത്തേക്ക് നേരത്തെ എത്തി. ആ ശൈഖിനെ കുറിച്ചാണ് ഇവർ എന്ത് പറഞ്ഞത്? മൂപ്പര് അസ്റായീലിന്റെ കയ്യിൽ നിന്ന്, അസ്റായീൽ എന്നൊരു മലക്കിന്റെ പേരില്ല കേട്ടോ, ഇവരുടെ ഭാഷയിൽ പറയാണ്. വിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ സഹീഹായ നിലക്ക്, ഹദീസിൽ സഹീഹായ നിലക്ക് അസ്റായീലിന് കാണാൻ കഴിയൂല. ഖുർആൻ പ്രയോഗിച്ചത് മലക്കുൽ മൗത്ത് എന്നാണ്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ മതി. ഇവരുടെ ഭാഷയിൽ അസ്റായീൽ ഒരു ജീലാനിയുടെ മുഹീദ്ദീൻ ശൈഖിന്റെ ഒരു മുരീദിന്റെ റൂഹ് പിടിച്ചപ്പോ അയാളെ ഭാര്യ വന്നിട്ട് പറഞ്ഞു എന്ത്, എന്റെ പുതിയാപ്പിളന്റെ കൂടെ ജീവിച്ചിട്ട് കൊതി തീർന്നിട്ടില്ല, മൂപ്പര റൂഹാണ് കിട്ടണം എന്ന് പറഞ്ഞു. മുഹീദ്ദീൻ ശൈഖ് പോയിട്ട് അസ്റായീലിനോട് പറഞ്ഞു, ആ റൂഹാണ് കൊടുക്കുക. അപ്പൊ അസ്റായീൽ പറഞ്ഞെന്ത്, അള്ളാഹുടെ കൽപ്പന പ്രകാരം പിടിച്ച റൂഹ് എങ്ങനെ ഞാൻ തരിക? മൂപ്പരുടെ ഡ്യൂട്ടിക്കടയിൽ സർവീസിനടക്കം ഇങ്ങനെ ഒരു പരിചയമല്ല, ഇത് ചോദിക്കാൻ വന്നിക്കണ ആള്. അപ്പൊ മൂപ്പര് പറഞ്ഞു തരാൻ പറ്റൂല. അപ്പൊ മുഹീദ്ദീൻ ശൈഖ് കുറച്ച് തരൂലെന്ന് ചോദിച്ചു. തരൂലെന്ന് പറഞ്ഞു. ഒറ്റ തട്ട റൂഹ് ഇങ്ങനെ കൊട്ടയിലിട്ട് പോകുക, വല്ല മീനും വാങ്ങി പോകും പോലെ ഇയാളുടെ ഭാഷയിൽ. കൊട്ടയിൽ ഇങ്ങനെ റൂഹുകളാ, ഒറ്റ തട്ട. ആ തട്ടാൻ കൊടുത്തോടുകൂടെ അന്ന് പിടിച്ചുള്ള റൂഹുകളൊക്കെയും ഉണ്ട്. അന്ത കൊട്ടയിൽ ഇന്ന് പിടിച്ച റൂഹുകൾ എല്ലാമേ ഉണ്ട്. എല്ലാം അങ്ങോട്ട് ഭൂമിയിലേക്ക് വീണു. ഞാനതൊന്ന് പാടിത്തരാം, ഒന്ന് കേട്ടോളൂ. എന്തിനാ പാടുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. പാടുന്നതിന്റെ മുമ്പ് ആ കൊട്ട തട്ടിയ കഥ ഞാന് ഒരു 10-13 കൊല്ലം 15 കൊല്ലം മുമ്പൊക്കെ ഈ കടവത്തൂരിലും പരിസര പ്രദേശങ്ങളിലൊക്കെ അത് പറയാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ പലരും പറയണ്, പാറക്കടവത്തൊന്നും ഞാൻ പറഞ്ഞിരുന്നു ഒരിക്കലും, ഇപ്പൊ അടുത്ത കാലത്ത് വന്നപ്പോ. അപ്പോ ഇവിടെ അടുത്ത പ്രദേശത്തുള്ള നമ്മളെ പേരോട്ടുകാരൻ മുരിയാര് മൂപ്പര് പറയണേ, മൗലവി പച്ചക്കള്ളം പറഞ്ഞതാണ്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ല, അതേതോ തമിളന്റെ മാലയിലുള്ളതാണ്, ഏതോ തമിളന്റെ മാലുണ്ടാവും, ഞങ്ങളുമായിട്ടൊരു ബന്ധമില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ല, ഞങ്ങളുടെ പേരിൽ നിങ്ങൾ കള്ളം പറഞ്ഞതാണ് എന്ന് വളരെ കൃത്യമായി പാറക്കടവ് വെച്ച് നമ്മുടെ പേരോട് പ്രസംഗിച്ച ഭാഗം നിങ്ങൾക്കൊന്ന് കൃത്യമായി ഒന്ന് കാണിച്ചിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം. അഡ്രസ്സുള്ള മാലയാണോ അതോ കളവാണോ അതോ തമിളന്റെ മാലയാണോ എന്നൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കണം. നിങ്ങൾ എല്ലാവരും മൂപ്പരുടെ ആ സൗണ്ട് ഒന്ന് കേൾക്കുക, എന്നിട്ട് ബാക്കി ഞാൻ ഇൻഷാ അല്ലാഹ് പറയും. നിങ്ങളുടെ എല്ലാവരെയും ശ്രദ്ധ സ്ക്രീനിലേക്ക് ക്ഷണിക്കണം. ഒരു മൗലവി പറഞ്ഞു, ഈ സുന്നികൾക്ക് ഒരു മുഹീദ്ദീൻ മാല, ആ മാലയിൽ മാലപാടൽ കാഫറായി പോകുന്ന കാര്യമാണ്, ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കാര്യമാണ്, മൗലിദോദൽ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. നിങ്ങൾ നോക്കൂ, മുഹീദ്ദീൻ മാലയിൽ പറയുന്നത്, ഒരു ദിവസം അസ്റായീൽ അലൈഹിസ്സലാം ഒരാളുടെ റൂഹം പിടിച്ചു പോവേ. അങ്ങനെ ആത്മാവ് പിടിച്ചു പോകുമ്പോ ആ കൂട്ടത്തിൽ ഒന്ന് മുഹീദ്ദീൻ ശൈഖിന്റെ മുരീദ്, മുഹീദ്ദീൻ ശൈഖിന്റെ ശിഷ്യന്റെ റൂഹുണ്ട്. ആ റൂഹും കൊണ്ടാ പോകുന്നത്. അപ്പൊ അത് മുഹീദ്ദീൻ ശൈഖിന്റെ മുരീദിന്റെ റൂഹാണ്. അതുകൊണ്ട് അത് പിടിച്ചോണ്ടാൻ പറ്റില്ല, എനിക്ക് തരണമെന്ന് പറഞ്ഞു മുഹീദ്ദീൻ ശൈഖ്. അപ്പൊ അസ്റായീൽ അങ്ങനെ തരാനൊന്നും പറ്റില്ല. മുഹീദ്ദീൻ ശൈഖ് എന്ത് ചെയ്തു, അസ്റായീലിന്റെ കൊട്ടക്കൊരൊറ്റ തട്ടു കിട്ടിയപ്പോ ആ കൊട്ടയിൽ അസ്റായീൽ പിടിച്ചിട്ട് എല്ലാ റൂഹും പറന്നുപോയി. ഒറ്റ ഒന്നിന് ചോദിച്ചിട്ട് കൊടുക്കാത്തോണ്ട് എല്ലാം നട്ടായി അസ്റായീൽ പോയി. ഇങ്ങനെ മുഹീദ്ദീൻ മാലയിലുണ്ട് എന്ന് മൗലവിമാര് സാധാരണ എത്രയോ സ്ഥലത്ത് കുറ്റിയാടിയും കടവത്തൂരൊക്കെ മുമ്പേ പ്രസംഗിക്കുന്നതാണ്. നമ്മൾ 100 പ്രാവശ്യം എന്റെ മറുപടി പറഞ്ഞാണ്. പാറക്കടവിൽ പാറ്റിയായിട്ട് കൊണ്ടുവന്ന് വിളമ്പുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണക്കാർ കുട്ടികളുടെ മുഹീദ്ദീൻ മാല മുതൽ അവർ വിചാരിക്കുന്ന ഇല്ലാത്തത് അങ്ങനെ മൗലവിമാർ പറയോ, മുഹീദ്ദീൻ മാല ഇല്ലാത്തത് പറയോ എന്ന് നമ്മളെ കുട്ടികൾ വിചാരിക്കുക. വാസ്തവത്തിൽ ഇത് പച്ചക്കള്ളമാണ്. ബഹുമാനപ്പെട്ട കോഴിക്കോട് വലിയ ഖാദി, 100 കിതാബുകൾ എഴുതിയ ഖാദി മുഹമ്മദ് റഹിമഹുല്ലാഹ്, കോഴിക്കോട്ടത്തൂറ തന്നിൽ പിറന്നോവർ കൊർവായിലൊക്കെയും നോക്കിയെടുത്തോവർ. കോഴിക്കോട്ട് ജനിച്ച് മുഹീദ്ദീൻ ശൈഖിന്റെ ബഹുമാനങ്ങളൊക്കെ കോർവയാക്കി നിങ്ങൾക്ക് മാലയാക്കി പഠിപ്പിച്ചു തന്ന ഖാദി മുഹമ്മദ് റഹിമഹുല്ലാഹ്
സുന്നത്ത് ജമാഅത്തിലെ വലിയ പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ടവർ ഉണ്ടാക്കി നമ്മളെ വീടുകളിൽ ചൊല്ലിവരാറുള്ള മുഹീദ്ദീൻമാരെയിൽ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടേ ഇല്ല. ഇത് പച്ചക്കള്ളം മൗലവിമാര് പറയുകയാണ്. ഇതാ മുഹീദ്ദീൻമാരെയിൽ ഇങ്ങനെ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞുണ്ടാക്കുന്ന ചില കള്ളത്തരീക്കത്തുകാരുണ്ട്. ഞങ്ങൾ ഖാദിരിയ തരീക്കത്താണ് എന്നും പറഞ്ഞിട്ട് മുഹീദ്ദീൻ ശൈഖിന്റെ ആളാണ് എന്നും പറഞ്ഞിട്ട് കള്ളത്തരീക്കത്തുമായി നടക്കുന്ന ഒരുപാട് പുത്തൻവാദികൾ ഉണ്ട്. അത്തരം കള്ളത്തരീക്കാത്തുകാർക്കെതിരെ ഈ പാവപ്പെട്ട ഞാൻ തന്നെ പാറക്കടവിലും ചെക്കിയാടും അതുപോലെ കലാച്ചിയിലും നാദാപുരത്തും എല്ലാ സ്ഥലത്തും കള്ളത്തരീക്കത്തുകാർക്കെതിരെ പ്രസംഗിച്ചത് നിങ്ങൾക്കൊക്കെ അറിയാം. അതിന്റെ കേസറ്റുകളും ധാരാളം ഉണ്ട്, ലോകമൊട്ടാകെ പ്രസംഗിക്കാറുണ്ട്. അങ്ങനത്തെ കള്ളത്തരീക്കത്തുകാരായ ആളുകൾ പല പാട്ടുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെ പാട്ടുകളിൽ ഒരുപാട് അബദ്ധങ്ങൾ ഉണ്ട്. അക്കൂട്ടത്തിൽ ഏതോ ഒരു തമിളൻ മാല ഉണ്ടാക്കി. ആ മാലയിൽ ഇങ്ങനെ ഉണ്ട്. അത് നമ്മളും ആ മാലയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഏതോ ഒരു തമിളുണ്ടാക്കിയ മാലയാണ്. ആ മാലയും നമ്മളും തമ്മിൽ ഒരു ബന്ധവുമില്ല. പച്ചക്കള്ളമാണ്. ഇതാണ് ആ സാധനം കൊണ്ടിരുന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഇതാണ് പുതിയ മുഹീദ്ദീൻ മാല. ഈ പുതിയ മുഹീദ്ദീൻ മാലയിൽ നിന്ന് ഞാൻ ആദ്യം പാടാം. വലിയ ഒരു ഖാദിം മൗത്തായേ സങ്കേടം അവരെ സൗജത്ത് വന്ന് പറഞ്ഞാരെ എൻ്റെ ഖാദിമിൻ്റെ റൂഹന്നിൽ തരേണം എന്ന് മലക്കുൽ മൗത്തോട് കേട്ടോവരി തനിയോൻ്റെ അരുളാൽ കൂടിത്തതയ്യങ്ങീന തരും ഞാനെന്ന് മാലക്കൂന വിണ്ടോവറി നവിൽ കേട്ട് കയ്യില്ലാമരർ പിടിത്തുള്ള ജംബീലൈ വേഗം പൂടിത്ത് പറന്നോവറി അന്നാളിൽ വാങ്ങിയ റൂഹുകളൊക്കെയും ഉണ്ടന്ത കൊട്ടയിൽ ക്ഷണമിൽ തുറന്നോവർ തുറന്നിട്ടത് തന്നീലുള്ള ഉയരുകളെ തുള്ളി പറപ്പിച്ച് പാറ്റി വിടുത്തോവർ വിട്ടതൈ കണ്ട് അസ്റായീൽ അല്ലാഹുവിന്റെ ബലിമഹദറത്തിലെത്തി പറഞ്ഞോവർ അപ്പോൾ മലക്കോട് അല്ലാഹുരുളിയെ ഒന്ന് കൊടുത്തെങ്കിൽ മറ്റുള്ളതൊക്കെയും പോകുമോ ചോദിച്ചത് എൻ്റെ ഗൗസല്ലേ പൂതി പോൽ ഞാനോരിൽ കൊടുപ്പവനെന്തോവരീ. ഇത് തമിളന്റെ മാലയല്ല പേരോടാ, ഇത് തമിളന്റെ മാലയല്ല. ഇത് എഴുതിയത് തമിളനാണോ? നിങ്ങൾക്ക് ആയുസ് അല്ലാഹ് തന്നിട്ടുണ്ടെങ്കിൽ നാളെ വന്ന് മറുപടി പറയണം. ഇത് തമിളന്റെ മാലയാണോ? എന്താ മാല? ആരാ എഴുതിയത് കേട്ടോ? തമിളനോ? പൊന്നാനി തമിഴ്നാട്ടിലാ? നിങ്ങളെ തമിഴ്നാട് പറഞ്ഞ പൊന്നാനിയാ? കേട്ടോളി, ഇത് പുതിയ മുഹീദ്ദീൻ മാല എന്ന നേർച്ച ഫാട്ടാകുന്നു. അങ്ങനെ തന്നെ വായിക്കാം. ഈ നേർച്ച ഫാട്ടിനെ പൊന്നാനി നാലകത്ത് കുഞ്ഞിമൈദീൻ കുട്ടിയാൽ ഉണ്ടാക്കപ്പെട്ടതാകുന്നു. തമിളനല്ല, തമിളന അണ്ണാച്ചിയല്ല. ഇതാരുണ്ടാക്കിയതാ? പൊന്നാനിയിലെ നാലകത്ത് കുഞ്ഞിമൈദീൻ കുട്ടി. മുമ്പുള്ള മുഹീദ്ദീൻ മാലയിൽ ഫെടാത്ത ഇയാള് കേൾക്കാനാ പറയണത്. ഇയാൾ പറഞ്ഞില്ലേ ഞങ്ങളെ മാലയിലില്ല, നിങ്ങളെ മാല അല്ലാത്ത വേറെ മാലുണ്ട്, അതിനാ പുതിയ മുഹീദ്ദീൻ മാല എന്ന് പറയുന്നത്. അത് തമിളുണ്ടാക്കിയതല്ല. പഴയ മുഹീദ്ദീൻ മാലയിൽ, മുമ്പുള്ള മുഹീദ്ദീൻ മാലയിൽ ഫെടാത്ത ഫല കശ്ഫ് കറാമത്തുകളും മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ പേരുകൾ 99 ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മറ്റില ഇല്ല. മുഹീദ്ദീൻ ശൈഖിന് 99 പേരുണ്ട്. കാരണം അള്ളല്ലേ, അള്ളാഹ്ക്ക് 99 ഉണ്ടെങ്കിൽ എനിക്കുണ്ട് 99. കുറയാൻ പറ്റൂലല്ലോ, 98 പോയരുതല്ലോ. അപ്പൊ ശിർക്ക് കുറച്ച് കുറഞ്ഞു പോകില്ലേ? അതിന്റെ ആ ഡിഗ്രി കുറയരുത്. അപ്പൊ അങ്ങനെ തന്നെ ഉണ്ട്. തീർന്നോ? തങ്ങളെ പേര് പറയുന്നവർക്ക് അള്ളാന്റെ പേരിനെ ചൊല്ലിയ സവാബിനെ കിട്ടുമെന്ന് പറയപ്പെട്ടിരിക്കുന്നു. തങ്ങളുടെ പേര് പറയുന്നവർക്ക് അള്ളാന്റെ പേര് പറയുന്നതിന്റെ സവാബാണ്. എന്നാല് മുഹീദ്ദീൻ 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 എന്ന് പറഞ്ഞാൽ ഏതുപോലെയാണ്? അല്ലാ 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 എന്ന് പറഞ്ഞ പോലെയാണ്. മനസ്സിലായില്ലേ? തീർന്നില്ല. ഇനി ഇതിന്റെ കൂലി കേട്ടോളി. ഇതിനെ പാടുന്നയും അഥവാ പാടുക, ഇതിനെ പാടുന്നയും സൂക്ഷിക്കുന്നയും തലങ്ങളിൽ
പാടണ്ട, അതിങ്ങനെ കൊണ്ടുപോയിട്ട് സൂക്ഷിച്ചു വെച്ചാൽ മതി. സൂക്ഷിക്കുന്നയും തലങ്ങളിൽ പല ബർക്കത്തുകളും മറ്റും ഉണ്ടാകും. ലാ ശക്ക ഫീഹി, അതിലൊരു സംശയവുമില്ല. കേട്ടോളൂ ഇതിന്റെ അടിഭാഗം. ഇതിനെ പൊന്നാനി മഹ്ദൂം, പുതിയകത്ത് കുഞ്ഞിബാവ മുസ്ലിയാരും, കൂടിയമ്മ ഗാനകത്ത് അബ്ദുള്ള കുട്ടി മുസ്ലിയാരും കൂടി പരിശോധിച്ച് ഖത തീർത്തതാകുന്നു. ഇത് പരിശോധിച്ച പണ്ഡിതന്മാരാ, അണ്ണന്മാരാ, തമിഴനാ, എന്താ പേരോടെ അല്പൊക്കെ ഒരു കളവ് പറയുമ്പോ ഈ ജനങ്ങൾ ഇത് കേൾക്കൂലേ? മുപ്പര് വിചാരിച്ചാലും നമ്മൾ ഈ യന്ത്രം കൊണ്ടുവരുന്നു. ഇതൊരിക്കലും വിചാരിച്ചില്ല. വിചാരിച്ച എന്താ അടിച്ചു വിട്ടാണ് പോകാന്നാ. അപ്പൊ സുഹൃത്തുക്കളെ, ഇനി ഇതിന്റെ പോലീസ് കേൾക്കണോ? കൊല്ലൊക്കെ പറഞ്ഞുതരാം. ഹിജറ 1348 റജബ് 30 ഈസവിയ അഥവാ ക്രിസ്തുവർഷം 1930 ജനുവരി 1 ബുധനാഴ്ച തിരൂരങ്ങാടി നഗരം പരുപ്പാറപ്പുറത്ത് പൊറ്റയിൽ മുഹമ്മദ് എന്നവരുടെ മിസ്ബാഹുൽ ഹുദ എന്ന അച്ചുകൂടത്തിൽ വെച്ച് അച്ചടിക്കപ്പെട്ടതാകുന്നു. ഏത് അച്ചുകൂടത്തിലാ? പ്രസിന്റെ പേര് വരെയുണ്ട്. നോട്ടീസ്, ഇതിനെപ്പറ്റിയുള്ള നോട്ടീസ്. ഈ പുതിയ മൊഹീദ്ദീൻ മാല എന്ന നേർച്ചപ്പാട്ട് പൊന്നാനി നാലകത്ത് കുഞ്ഞിമൈദീൻ കുട്ടി എന്നവരാൽ ഉണ്ടാക്കപ്പെട്ടതും തമിഴൻ മാലയല്ല, കള്ളത്തരീക്കത്തുകാരന്റെ മാലയല്ല, തമിഴൻ മാലയല്ല. തന്റെ പകർപ്പവകാശം പൊന്നാനി UM അബ്ദുള്ള ആയ എനിക്ക് പുതുതായി സിദ്ധിച്ചതും എന്റെ സ്വന്തം ചിലവിന്മേൽ തിരൂരങ്ങാടി മിസ്ബാഹുൽ ഹുദ പ്രസ്സിൽ നിന്ന് അച്ചടിപ്പിക്കപ്പെട്ടതുമാകയാൽ, മിസ്ബാഹുൽ ഹുദ പ്രസ് മുജാഹിദിന്റെ പ്രസ്സൊന്നല്ലോ, പഠിച്ചു വെച്ചോ, അച്ചടിക്കപ്പെട്ടതുമാകയാൽ മേലിൽ ആർക്കും എന്റെ രേഖാമൂലം സമ്മതം കൂടാതെ അച്ചടിക്കുവാനും അടിപ്പിക്കുവാനും പാടുള്ളതല്ലെന്ന് ഇതിനാൽ അറിയിക്കുന്നു എന്ന് UM അബ്ദുള്ള ആൻഡ് കമ്പനി, പൊന്നാനി, മലബാർ, തമിഴ്നാടല്ല, തമിഴനല്ല. എന്നിട്ട് ഈ മാലിൽ എന്താ പറഞ്ഞ്? കൊട്ടയിട്ട് തട്ടി. കൊട്ടയിട്ട് തട്ടിയില്ലേ? അന്ന് പിടിച്ച റൂഹുകളൊക്കെയും ഉണ്ട് അന്ത കൊട്ടയിൽ. കൊട്ടയിൽ നിന്ന് റൂഹ് ഇങ്ങനെ താഴത്തേക്ക് വരുന്നേ. മൂപ്പർക്ക് അംഗീകരിക്കാൻ കഴിയണില്ല. മൂപ്പര് പറയുന്നത് ഞങ്ങൾ അംഗീകരിക്കൂല, പച്ചക്കള്ളമാണ്, കള്ളത്തരീക്കത്തുകാരനാണ്, തമിഴനാണ്. നിങ്ങളെ കള്ളത്തരീക്കത്തുകാർ ആരൊക്കെ ഇത് അംഗീകരിച്ച പുസ്തകങ്ങളത്? ഇതെന്താന്നറിയങ്ങള്? ഇത് നിങ്ങൾ പറയില്ലേ ഞങ്ങളെ മാലയിലൊന്നും ഇല്ല, നിങ്ങളെ മാലയിൽ ഉണ്ട് എന്നാ പറയുന്നത്. ആരാ പറയണത്? റിഫാഴി എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആര്? KVM ബന്താവൂര്, നേരത്തെ പറഞ്ഞ സുന്നി സാഹിത്യ തറവാട്ടിലെ കാവലാൾ. മൂപ്പരിതിൽ പറയണത് ഇത് ശത്രുക്കൾ കെട്ടിച്ചമച്ചതല്ല. ഏത്? കൊട്ടതട്ടിയ കഥ മുജാഹിദുകൾ കെട്ടിച്ചമച്ചതല്ല. കാരണം ഇതിന് അടിത്തറയുണ്ട്, ഇതിന് അടിത്തറയുണ്ട്. പക്ഷേ നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറയുമായി പൊരുത്തപ്പെടാത്ത ചിലത് ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിക്കാൻ വയ്യ. അപ്പൊ ഇയാൾ എന്താ പറഞ്ഞത്? ഇത് അംഗീകരിക്കാൻ കഴിയൂല, നാം ആലിലില്ല എന്ന് പറഞ്ഞോ? ഉണ്ട്, പക്ഷെ നമ്മളെ വിശ്വാസമായിട്ട് പൊരുത്തപ്പെടൂല. ഇനിയോ? അപ്പൊ ഇയാള് പണ്ണനാ, ഇയാള് കള്ളത്തരീക്കത്തുകാരനാ. ഇനി ഉസ്താദിന്റെ തന്നെ ആയിക്കോട്ടെ. ധാരാ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാര്, നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ ഫതാവ എന്ന പുസ്തകം. ആ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാം മൂപ്പരോടൊരു ചോദ്യം. പേരോട് ശരിക്ക് പഠിച്ചു വെച്ചോ. പേരോടിനെ അന്ധമായി താങ്ങി നടക്കുന്ന വല്ല കുട്ടികളും ഉണ്ടെങ്കിൽ അവരും നോട്ട് ചെയ്തു വെച്ചോ. എന്താ ഇതിൽ പറയുന്നത്? ചോദ്യം ശരിക്ക് ശ്രദ്ധിച്ചോളണം. ഇതിൽ പറയുന്ന ആശയം ശരിയല്ല എന്നല്ല ഇയാൾ പറയണത്. ആശയം ശരിയാണ് ആര് പറയണത്? നെല്ലിക്കുത്ത് പറയണത്. കേട്ടോളി ചോദ്യം. ഇത് മൂപ്പരോട് ചോദ്യം, ഉത്തരവാണ്. ചോദ്യം: മുഹീദ്ദീൻ മാലയിൽ വലിയ ഒരു ഖാദിം മൗത്തായ നേരത്ത് എന്ന് തുടങ്ങുന്ന വരികളിൽ മരണപ്പെട്ട ഒരു ഖാദിമിന്റെ റൂഹ് ശൈഖ് അവറുകൾ അസ്റായീലിനോട് പിടിച്ചു പറിച്ചു എന്നും അസ്റായീൽ അല്ലാഹുവിന്റെ സന്നിധിയിൽ പരാതി ബോധിപ്പിച്ചുവെന്നും കാണുന്നു. ഇത് വിശ്വസനീയമാണോ? നെല്ലിക്കുത്തിനോടുള്ള ചോദ്യം. ഉത്തരം: ഇന്നത്തെ മുഹീദ്ദീൻ മാലയിൽ ഈ വരികൾ ഇല്ല എന്ന് പറഞ്ഞാല് ഇവരുടെ പഴയ മുഹീദ്ദീൻ മാലയില്ല. ഇത് ആരുടെയോ സൃഷ്ടിയാണ്, ഇതാരോ ഉണ്ടാക്കിയതാണ്. ശരി, അതിൽ നമുക്കും തർക്കമില്ല. ആരോ ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കിയ ആളെ പേരും ഞാൻ പറഞ്ഞു, കൊല്ലവും പറഞ്ഞു. ഇതിൽ ആശയത്തിന് തകരാറുണ്ടോ? കേട്ടോളി. ഇതിൽ അവിശ്വസനീയമായി ഒന്നുമില്ല. ഇതിൽ വിശ്വസിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. വിശ്വസനീയമായിട്ടൊന്നുമില്ല എന്നല്ലോ, അവിശ്വസനീയമായി ഒന്നുമില്ല. എന്താ അതിന് ഇത്ര കുഴപ്പം? മൂപ്പര് കേൾക്കണം. കാരണം
സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമനുസരിച്ച് അള്ളാഹുവിന്റെ ഔലിയാവും സജ്ജനങ്ങളായ അടിമകളും മലക്കുകളെക്കാൾ ശ്രേഷ്ഠരാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം അനുസരിച്ച് അള്ളാഹുവിന്റെ ഔലിയാക്കളും സജ്ജനങ്ങളായ അടിമകളും മലക്കുകളെക്കാൾ ശ്രേഷ്ഠരാണ്. അപ്പൊ പിന്നെ എന്തായി? മലക്കുകളെക്കാൾ ശ്രേഷ്ഠതയുള്ള ആൾക്ക് എന്ത് ചെയ്യാ? മലക്കിനെ അടിച്ചിട്ട് അയാളെ കയ്യിൽ നിന്ന് തെറിപ്പിച്ച് റൂഹിന് പിടിക്കാലോ. അപ്പൊ ഇതിൽ അവിശ്വസനീയമായിട്ട് ഒന്നുമില്ലാന്ന് സ്വന്തം ഉസ്താദ് പറയുമ്പോ ശിഷ്യൻ പറയണ് ഏതോ തമിഴൻ, ഏതോ അണ്ണമച്ചി, ഏതോ കള്ളത്തരീക്കത്തുകാരൻ. നിങ്ങളെ ഉസ്താദിന്റെ പേരാപ്പതൊക്കെ കള്ളത്തരീക്കത്തുകാരൻ, തമിഴൻ. നിങ്ങൾ ഉസ്താദിന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് അത് മോശമായി പോയി പേരോടെ. അല്ലേ? ഇങ്ങനെയാണോ ഉസ്താദിന് പേര് കൊടുക്കേണ്ടത്? ഇനി നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, എന്താണ് ഈ പറഞ്ഞുകൊണ്ടുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വേറൊരു പുസ്തകത്തിൽ തന്നെ കാണാം, വഹാബി പ്രസ്ഥാനം ഒരു സമഗ്ര പഠനം. ഇതിലും ഇതിനെ അംഗീകരിക്കാണ്. പേരോടൊന്ന് എഴുതി വെച്ചോട്ടെ, ഈ കുട്ടികളൊന്നും മനസ്സിലായിക്കോട്ടെ. ചിലപ്പോ മൂപ്പർക്ക് ചിലപ്പോ തിരക്കിലൊന്നും വായിക്കാൻ നേരം കിട്ടിയിട്ടുണ്ടാവില്ല, അതുകൊണ്ട് പറഞ്ഞു കൊടുക്കണല്ലോ. വഹാബി പ്രസ്ഥാനം ഒരു പഠനം. ഈ പുസ്തകം വാങ്ങുക. ഇതാരതാ? ഞങ്ങളതല്ല, ഹംസക്കോയ ബാക്കവി മുന്നിയൂര്. ആ മുന്നിയൂരിക്കാരൻ എഴുതിയതാണ്. അതിന്റെ 46-ാമത്തെ പേജിൽ കാണാം. കേട്ടോളി. മലക്ക് അസ്രായീലിനെ പരാജയപ്പെടുത്തി മരിച്ചവർക്ക് ജീവൻ തിരിച്ചു കൊടുക്കുന്നവർ. വൈദ്യശേഖന്റെ മലക്ക് അസ്രായീലിനെ പരാജയപ്പെടുത്തി മരിച്ചവർക്ക് ജീവൻ തിരിച്ചു കൊടുക്കുന്നവർ. അങ്ങനെ മുജാഹിദീങ്ങൾ നമ്മളെ പറ്റി പറയുന്നുണ്ട്. എന്ത്? ബല ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ആൾക്കാരാണ്. കൂട്ടത്തിൽ പറഞ്ഞതാണെന്ത്? മരിച്ചവർക്ക് മലക്കസ്രായീലിനെ പരാജയപ്പെടുത്തി മരിച്ചവർക്ക് ജീവൻ തിരിച്ചു കൊടുത്തവർ. എന്നിട്ട് അതിന് മൂപ്പരെ കമന്റ് എന്താന്ന് കേട്ടോളി. ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസമല്ല എന്നല്ലേ മൂപ്പര് പറയേണ്ടത്? ഇയാളെ പോലെയാണെങ്കിൽ അയാൾ എന്താ പറയേണ്ടത്? ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസമല്ല, അസ്രായീലിന്റെ കയ്യിൽ നിന്ന് കൊട്ട തട്ടുന്നു, ഞങ്ങൾക്ക് വിശ്വാസമല്ല എന്നല്ല പറയേണ്ടത്. പക്ഷെ ഇയാൾ എന്താ പറഞ്ഞിരുന്നറിയോ? കേട്ടോ, ഇത് എല്ലാ അർത്ഥത്തിലും ഔലിയായിനെയും അവരുടെ കഴിവുകളെയും പരിഹസിക്കൽ തന്നെയാണ് എന്നതിൽ സംശയമില്ല. കാരണം മഹത്തുക്കളായ ഔലിയാക്കളുടെ മാലകളിലും മൗലീദുകളിലും പറഞ്ഞ കാര്യങ്ങളാണ് ഈ ആധുനിക വഹാബി പരിഹസിക്കാൻ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഇതിനെ പരിഹസിച്ചപ്പോ മൂപ്പരുടെ മറുപടി എന്താ? ഇതൊക്കെ മാലിയിലും മൗലീദിലും ഒക്കെ പറഞ്ഞ കാര്യങ്ങളാണ് ഈ ആധുനിക വഹാബി പരിഹസിക്കാൻ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇയാളുടെ വാചകത്തിൽ നിന്ന് എന്ത് കിട്ടി? ഇതൊക്കെ ഞങ്ങളെ മാലിയിലും മൗലീദിലും ഉള്ളത് തന്നെയാണ്, നിങ്ങൾ പരിഹസിക്കേണ്ടതില്ല, ഞങ്ങളത് അംഗീകരിക്കുന്നു എന്നല്ലേ? അല്ലേ പേരോടെ? മിസ്റ്റർ പേരോട് അല്ലേ? അതിനാണ് ഈ പുസ്തകം വായിക്കുന്നത്. അപ്പോ വളരെ കൃത്യമായിട്ട് വഹാബിസം ഒരു പഠനം എന്നുള്ള പുസ്തകത്തിലും ഈ ആശയം സ്ഥിരീകരിച്ചു. അപ്പൊ ഇയാളും തമിഴൻ, കളതരീക്കത്തുകാരൻ അല്ലേ, പച്ചക്കള്ളം പറയുന്ന ആള്. ഇതാണ് ഇവരുടെ കോലം. അപ്പൊ സുഹൃത്തുക്കളെ, ഈ രൂപത്തില് ഇവർക്ക് ഒരു കാര്യം പറയുമ്പോഴും സഹിക്കണില്ല. ഞങ്ങൾ സുഹൃത്തുക്കളെ പലപ്പോഴും പല കറാമത്തും ഞങ്ങൾ വായിക്കലില്ല. അതുപോലത്തെ ഇനിയിപ്പോ പേരോട് നിഷേധിക്കോ, ഞങ്ങൾക്ക് ഇങ്ങനെ വിശ്വാസമല്ല. അപ്പൊ അറബി കിതാബ് കൊണ്ടുവരും. ഞാൻ അറബി കിതാബിന്റെ പേരും പറഞ്ഞുതരാ. തഫ്രീഹുൽ ഖാത്തിർ. അതിൽ ഈ കഥല്ലേ, ഇത് അവിടുന്ന് എടുത്തതാണ് ഈ മാലിയിൽ പറയുന്നത്. നിങ്ങളെ ഭാഷയിലെ തമിഴൻ മാലയിൽ അടുത്ത വരി കേട്ടോ. എന്താ ഈ വരിയാണ് പറഞ്ഞിട്ട് മൂപ്പര് പറയണത്? കൊടുക്കും വിശേളത്തെ തഫ്രീഹുൽ ഖാത്തിറിൽ കുരീരി ഫായിയണ്ടൽ ശൈഖാനോർ. ഇത് തഫ്രീഹുൽ ഖാത്തിറിലുള്ളതാണ്. അതാരെ ഇരിയതാന്നൊക്കെ നീ ഉസ്താദിനോട് പോയി ചോദിച്ചോക്ക്. എന്നിട്ടില്ലെങ്കിൽ ഇല്ല എന്ന് പറ. എന്നിട്ട് പറയത് ഏതോ തമിഴൻ തഫ്രീഹുൽ ഖാത്തിർ തമിഴൻ എഴുതിയതാ. ഇനി എന്താ കൂട്ടരെ വേണ്ടത്? കളവ് പറയുമ്പോ സൂക്ഷിച്ചു പറയണം. ഇനി സുഹൃത്തുക്കളെ, ഇവർക്ക് ഇതൊക്കെ പറയുമ്പോ സഹിക്കണില്ല. ഞങ്ങൾ